ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സാലഡിന് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാഫ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറി ലീഫാണ് ഇത്. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. കറി ലീഫ് വളരെ നല്ലതാണ്. പിന്നെ കുക്കുംബർ, അതും ഇതുപോലെ ഹാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൊറിയാണ്ടർ ലീഫാണ്, നമ്മുടെ മല്ലിയില. അപ്പോൾ അതും ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് ചിക്ക് പീസാണ്, വെള്ളക്കടല. അത് ഇവിടെ ക്യാനിൽ കിട്ടും മേടിക്കാൻ. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ കറിക്കൊക്കെ കിട്ടില്ലേ, പിന്നെ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് കിട്ടാനുണ്ട്. അതൊന്ന് കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മാത്രമല്ല, കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സാലഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇത് വെറുതെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാത്തവർക്കും നമുക്കിത് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഇതിൽ ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ആദ്യത്തെ ടൈപ്പ് സാലഡാണ്. രണ്ടാമത്തെ ടൈപ്പ് സാലഡും ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇത് കഴിക്കണത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ടൈം നോക്കിയിട്ട് രാത്രി വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചക്ക് കഴിക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ടൈം വേണമെങ്കിലും കഴിക്കാം കേട്ടോ. കൊറിയാണ്ടറിൻ്റെ ഇല ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില മാത്രം ഫോളോ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് രണ്ട് ഇലയും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് ഞാൻ രണ്ടും കാണിച്ചതാണ്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ചെറുതായിട്ടൊരു മുള വന്നിട്ടുള്ളൂ, ഫുള്ളായിട്ട് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് നമ്മുടെ സാലഡിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതും നല്ലതാണ് കേട്ടോ, ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ ചെറുപയർ സാലഡിൽ ഇട്ടിട്ട് കഴിക്കണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. അപ്പോൾ ചെറുപയർ അതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് സാലഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സാലഡ് ഇതുപോലെ തന്നെ ഇങ്ങനെ കഴിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇനി സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ ഞാനതും കാണിക്കുന്നുണ്ട്. ഇത് സൈഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. ടേസ്റ്റിനെക്കാട്ടിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. അപ്പോൾ സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും സാലഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റെസിപ്പിയാണ്, അതും ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് സാലഡിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുസ്കുസ് ആണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അധികം കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു സംഭവമാണ് ഇത്. ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്താൽ മതി. ഇത് സാലഡിന് മാത്രമല്ല, നമുക്ക് ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതുപോലെ വെറുതെ വേവിച്ചിട്ട് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് ഫ്രൈയുടെ കൂടെ അങ്ങനെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു
ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. നാട്ടിലിത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്കിത് മേടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ആമസോണിലൊക്കെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. 300 രൂപയാണ് ഇതിന് കാണിക്കുന്നത്. ഇനി ഷോപ്പിൽ എത്ര എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ മേടിച്ചാൽ മതി. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് വാട്ടർ തന്നെയാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാലഡിലേക്ക് ആഡ് ചെയ്യണം. ചൂടാറിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പക്ഷേ ഇത് ഞാൻ ഇടുമ്പോൾ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഇവിടെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ വീട്ടിൽ ആട്ടിയിട്ടുള്ള ഫ്രഷ് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല. ഒലിവ് ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ 3 തരത്തിലുള്ള സാലഡും ഞാനിവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇതേപോലത്തെ സാലഡ് ഹെൽത്തി ആയിട്ട് കഴിക്കുക. നല്ലൊരു ഹെൽത്തി സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.